Hello friends, welcome back to Babu's World. ഇന്ന് നമ്മൾ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രസ്റ്റഷോപ്പ് എന്നുള്ള സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷനെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ പ്രസ്റ്റഷോപ്പ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കമ്പ്യൂട്ടറിനെ ഒരു ലോക്കൽ വെബ് സെർവർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രസ്റ്റഷോപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ലോക്കൽ വെബ് സെർവർ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? XAMPP ഇൻസ്റ്റാൾ ചെയ്യണം. XAMPP എന്ന് പറഞ്ഞാൽ അപ്പാഷെ, MySQL ആൻഡ് PHP. ഇതിന് പറയുന്ന പേരാണ് XAMPP എന്നുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു XAMPP പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രസ്റ്റഷോപ്പ് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പൊ XAMPP പാക്കേജ് നിങ്ങൾക്ക് ഈസി PHP ഇൻസ്റ്റാൾ ചെയ്യാം വിൻഡോസിന്. ഇനി മാക് ആണെങ്കിൽ XAMPP ഇൻസ്റ്റാൾ ചെയ്യാം. അതുപോലെ വിൻഡോസിന്റെ വേറെ ഒരെണ്ണമാണ് WAMP സെർവർ, അതുപോലെ XAMPP. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്താണ്? XAMPP എന്നുള്ള ഈ പാക്കേജ് ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ള നോക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഇത് ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് XAMPP 7.1.33 എന്നുള്ള വെർഷൻ ഡൗൺലോഡ് ചെയ്യാം. ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാം, 7.1.33 എന്നുള്ള വെർഷൻ ഡൗൺലോഡ് ചെയ്യാം. വിൻഡോസ് 10, 8, 7 ഒക്കെ. കാരണം പ്രസ്റ്റഷോപ്പിന്റെ പുതിയ വെർഷന് ഇതായിട്ട് കോമ്പാറ്റബിൾ ഉള്ളൂ. ഇപ്പൊ ഇത് കഴിഞ്ഞിട്ടുള്ള വെർഷൻ 7.2 7.3 ഒന്നും പ്രസ്റ്റഷോപ്പിന്റെ പുതിയ വെർഷനായിട്ട് കോമ്പാറ്റബിൾ അല്ല. അതുകൊണ്ട് ഈ വെർഷൻ തന്നെ ഡൗൺലോഡ് ചെയ്യാം. ഇതിന്റെ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നെക്സ്റ്റ്. ഇനി നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നോക്കാം. അതിന്റെ പാത്ത് ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ ഡിയിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഞാൻ ഡിയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തു. ഇത് കുറച്ച് സമയം എടുക്കും. ഇത് അൺപാക്ക് ചെയ്ത് വന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഒരു 2-3 മിനിറ്റ് എടുക്കും, അല്ലെങ്കിൽ 5 മിനിറ്റിന്റെ അടുത്ത് എടുക്കും. അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഫിനിഷ് ചെയ്യാം. അപ്പോൾ XAMPP റെഡി ടു യൂസ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? പ്രസ്റ്റഷോപ്പ് ഡൗൺലോഡ് ചെയ്യണം. prestashop.com എടുക്കുക. അതിൽ ക്രിയേറ്റ് മൈ സ്റ്റോറിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ പ്രൊഫൈല് സെലക്ട് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള ഇതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഞാനിവിടെ മെർച്ചന്റ് എന്ന് കൊടുത്തു. ഇപ്പം നിങ്ങൾ എപ്പോഴാണോ ഇത് നിങ്ങളുടെ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ ടൈം പീരീഡ് ഇവിടെ സെലക്ട് ചെയ്യാം. ഇനി ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ഐഡിയും ഇത് കൊടുക്കുക, അത് ടിക്ക് ചെയ്യുക, എന്നിട്ട് ഡൗൺലോഡ് ചെയ്യുക.
ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, ഇതിനെ ഓപ്പൺ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ഫോൾഡർ എടുക്കുക, ഇതിന്ന് എക്സ്ട്രാക്ട് ചെയ്യാം. എക്സ്ട്രാക്ട് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് വേറെ ഫോൾഡർ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഫോൾഡർ ഓപ്പൺ ചെയ്യാം. അതിനുള്ളിൽ വേറൊരു സിപ്പ് ഫയൽ ഉണ്ട്, അതിനെയും എക്സ്ട്രാക്ട് ചെയ്യാം. ഇത് എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ചെയ്യുക, നിങ്ങളുടെ XAMPP എവിടെയാണോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്, ഞാൻ ഇതിലുള്ളത് ഡിയിലാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഈ ഡിയില് ഇതില് HTDOC എന്നുണ്ട്, ഇതിലേക്ക് എക്സ്ട്രാക്ട് ചെയ്യാം. ഫോൾഡർ സെലക്ട് ചെയ്തു, XAMPPയിലെ HTDocs ഇതിലേക്ക് നേരിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിലേക്ക് എക്സ്ട്രാക്ട് ചെയ്യാം. അപ്പൊ അതിന്റെ എക്സ്ട്രാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന എങ്ങനെയാ നോക്കാം. AMP ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഫോൾഡറിൽ ഓപ്പൺ ചെയ്യാം. അതിൽ ഇവിടെ XAMPP കൺട്രോൾ എന്നുള്ള exe ഫയൽ ഉണ്ട്, അത് ഓപ്പൺ ചെയ്യാം. ഇപ്പൊ നിങ്ങളുടെ അതിന്റെ കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ ഫസ്റ്റിൽ അപ്പാഷെ സ്റ്റാർട്ട് ചെയ്യാം. ഇതിലൊരു എറർ വന്നിട്ടുണ്ട്. ഇതിൽ VC റൺ ടൈം 140 DLL വാസ് നോട്ട് ഫൗണ്ട്. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ഈ DLL ഫയല് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ഫോൾഡറിൽ പേസ്റ്റ് ചെയ്യണം. ഞാൻ ഓൾറെഡി ഈ ഫയൽ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കോപ്പി ചെയ്തിട്ട് അവിടെ XAMPP എന്ന് പറഞ്ഞ ഫോൾഡറിൽ പേസ്റ്റ് ചെയ്യാം. ഇനി രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യാം, അപ്പാഷെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി MySQLും സ്റ്റാർട്ട് ചെയ്യാം. ഇത് രണ്ടും സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് അതിൽ ലോക്കൽ ഹോസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. ഈ ലോക്കൽ ഹോസ്റ്റ് ആണ് നമ്മുടെ ഇതിന്റെ IP അഡ്രസ് എന്ന് പറയുന്നത്. ഇപ്പൊ സെർവർ ആണ് നമ്മൾ ആക്സസ് ചെയ്തിരിക്കുന്നത്, ലോക്കൽ ഹോസ്റ്റ്. പിന്നെ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ആവും. ഇപ്പോൾ പിന്നെ ഇത് നെക്സ്റ്റ് പ്രസ് ചെയ്യാം. നെക്സ്റ്റ് I agree എന്നുള്ള ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് പ്രസ് ചെയ്യാം. ഇപ്പൊ ഇവിടെ ഒരു എറർ വന്നിട്ടുണ്ട്. അതിൽ റിക്വയർഡ് PHP പാരാമീറ്റർ, അത് INTL എക്സ്റ്റൻഷൻ ഈസ് നോട്ട് ലോഡഡ്. ഇത് കോമൺലി വരുന്ന ഒരു എറർ ആണ്. ഇതുപോലുള്ള ചിലപ്പോൾ വേറെ 1-2 എററുകളൊക്കെ വരും. അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന ഇതാണ്. അപ്പൊ നമുക്ക് ഇത് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇത് ഫിക്സ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യാം, നമ്മുടെ PHP ഇതിന്റെ AMPയുടെ ഇതിൽ അപ്പാഷയുടെ കോൺഫിഗറേഷൻ ഫയൽ പ്രസ് ചെയ്യുക. അതിൽ php.ini എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇതൊരു ടെക്സ്റ്റ് ഫയലാണ്. ഈ ടെക്സ്റ്റ് ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഇതിൽ എന്ത് ചെയ്യുക, INTL എന്നുള്ളത് ഫൈൻഡ് ചെയ്തെടുക്കുക. അപ്പൊ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ എക്സ്റ്റൻഷൻ ഈക്വൽ ടു php_intl.dll എന്നുള്ളൊരു ഫയല് എന്ന് വെച്ചാൽ ഒരു ലൈന് വരുന്നുണ്ട്. ആ ലൈനിന്റെ മുന്നിൽ ഒരു സെമികോളൻ വന്നിട്ടുണ്ട്. അപ്പൊ അത് ഡിസേബിൾ ആണ്. അപ്പൊ ആ സെമികോളൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എനേബിൾ ആയിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതേപോലെ INT എന്നുള്ള സെഷനിൽ വന്നിട്ട്
അവിടെ ടൈപ്പ് ചെയ്താലും മതി. ഈ എക്സ്റ്റൻഷൻ ഇസ് ഈക്വൽ ടു php_intl.dll എന്ന് ടൈപ്പ് ചെയ്താലും മതി. ഇത് മാത്രമല്ല, ഇതുപോലെ ഏതെങ്കിലും ഫയലോ അല്ലെങ്കിൽ നോട്ടിൽ ഓർഡർ എന്ന് കാണിക്കുകയാണെങ്കിൽ ഇതേപോലെ ഈ സെക്ഷനിൽ വരിക. എന്നിട്ട് ഏത് ഫയൽ എന്താണ് അവിടെ എറർ മെസ്സേജ് കാണിച്ചിരിക്കുന്നത് അതിന്റെ ഇത് എനേബിൾ ചെയ്താൽ മതി. എനേബിൾ ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ മുന്നിലുള്ള ആ സെമിക്കോളൻ റിമൂവ് ചെയ്താൽ മതി. ഇനി സേവ് ചെയ്യുക, ഫയൽ ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ അപ്പാഷെ സ്റ്റോപ്പ് ചെയ്തിട്ട് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നിങ്ങളുടെ ഇതിൽ പോയിട്ട് ആ റീഫ്രഷ് ബട്ടൺ പ്രസ് ചെയ്താൽ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഇൻസ്റ്റാളേഷൻ കണ്ടിന്യൂ ആവും. ഇത് ഗ്രീൻ കളറിൽ വരും. ഓക്കെ, ഇപ്പൊ ഗ്രീൻ കളർ വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് കൊടുക്കുക. ഇനി ഇവിടെ നിങ്ങളുടെ ഷോപ്പിന് ഇൻഫർമേഷൻ ടൈപ്പ് ചെയ്യണം. അതിന് ഷോപ്പിന് പേര് ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ മൈ ഷോപ്പ് എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ മെയിൻ ആക്ടിവിറ്റി നിങ്ങളുടെ സൈറ്റ്, നിങ്ങളുടെ ഏത് രീതിയിലുള്ള കാർട്ടൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യണം. നിങ്ങളുടെ ഒരു ഡിസൈൻ സെലക്ട് ചെയ്യുക. അപ്പൊ അതിനോട് ഇതുപോലെയുള്ള ഒരു ഷോപ്പായിരിക്കും നിങ്ങൾക്ക് ഡീഫോൾട്ട് ആയിട്ട് കിട്ടുന്നത്. കൺട്രി സെലക്ട് ചെയ്യുക. ഇനി നിങ്ങളുടെ ഇൻഫർമേഷൻ ഇതിൽ ഫില്ല് ചെയ്യാം. അതുപോലെ ഷോപ്പിന്റെ അഡ്മിനിസ്ട്രേഷൻ, ഷോപ്പിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള എന്നുവെച്ചാൽ ബാക്ക് സ്റ്റോറിൽ ലോഗിൻ ചെയ്യാനുള്ള ഒരു പാസ്വേഡും കൊടുക്കുക. അതിന്റെ അഡ്മിൻ പാസ്വേഡാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ സ്റ്റോറിൽ ലോഗിൻ ചെയ്യല്. ഓക്കെ, നെക്സ്റ്റ് ചെയ്യാം. ഇനി ഇവിടെ ഒരു ഡാറ്റാബേസിന്റെ പേര് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സ്റ്റോറിന്റെ ഡാറ്റകളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡാറ്റാബേസ്. അപ്പൊ അതിനാദ്യം ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണേ നിങ്ങൾ AMP കൺട്രോളിൽ പോയിട്ട് MySQLന്റെ അഡ്മിനിൽ പ്രസ് ചെയ്യാം. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. ആ ഡാറ്റാബേസ് നമുക്ക് അവിടെ ലിങ്ക് ചെയ്യണം. ഡാറ്റാബേസിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പേര് കൊടുക്കുക. നിങ്ങൾക്ക് എന്താണോ ഡാറ്റാബേസിന്റെ പേര് വേണ്ടത് ആ പേര് ഇവിടെ ടൈപ്പ് ചെയ്യാം. ക്രിയേറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യാം. ഇപ്പോൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇവിടെ ഇപ്പം നിങ്ങൾ കൊടുത്ത പേര് ഇവിടെ ടൈപ്പ് ചെയ്യുക. ബ്യൂട്ടി ഷോപ്പ് എന്നാണ് കൊടുത്തിരുന്നത്, അത് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ടെസ്റ്റ് കണക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇപ്പോൾ എററൊന്നുമില്ല, ഡാറ്റാബേസ് കണക്ട് ആയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. ഇപ്പം ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ഇത് കുറച്ച് സമയം എടുക്കും, ചിലപ്പോൾ ഒരു 10-15 മിനിറ്റ് എടുക്കും. അതുവരെ വെയിറ്റ് ചെയ്യുക. ഞാനിവിടെ ഫോർവേഡ് ചെയ്ത് വിടുകയാണ്. നിങ്ങൾ ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതിനുശേഷം ഇത് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആവും. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ഇതില് ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഫോർ സെക്യൂരിറ്റി റീസൺ യു മസ്റ്റ് ഡിലീറ്റ് ദി ഇൻസ്റ്റാൾ ഫോൾഡർ. ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാൾ എന്നുള്ള ഫോൾഡർ ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈമിൽ ലോക്കൽ ഹോസ്റ്റ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് പിന്നെയും ഇൻസ്റ്റാളേഷൻ റീസ്റ്റാർട്ട് ആവും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ XAMPPയിൽ പോയിട്ട് ഇൻസ്റ്റാൾ എന്നുള്ള ഡയറക്ടറി ഉണ്ടാവും, അത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഓക്കെ. ഇനി ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ബാക്ക് ഓഫീസ് ഉണ്ട്, ഫ്രണ്ട് ഓഫീസ് ഉണ്ട്. ഫ്രണ്ട് ഓഫീസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോറിന്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സൈറ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്ക് ഓഫീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ സെറ്റിങ്സ് ആണോ എന്തൊക്കെയാണോ ചേഞ്ചസ് വരുത്തേണ്ടത് ഇതിൽ അത് ചേഞ്ച് ചെയ്യാനുള്ളത്. പ്രോഡക്റ്റ് ആഡ് ചെയ്യാൻ, റിമൂവ് ചെയ്യാൻ, മൊത്തം സ്റ്റോറിന്റെ മൊത്തം കൺട്രോൾ ബാക്ക് ഓഫീസ് എന്നാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, നിങ്ങളുടെ സൈറ്റ് ഓപ്പൺ ചെയ്ത് എങ്ങനെയാണെന്നുള്ളത് ഇവിടെ കാണാം.
ഇതൊക്കെ ഡീഫോൾട്ട് സെറ്റിംഗ്സ് ആണ്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ബാക്ക് ഓഫീസിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യണം. ഇതിൽ കാർട്ടൊക്കെ റെഡിയാണ്. നിങ്ങൾ ജസ്റ്റ് പ്രോഡക്റ്റുകൾ ചേഞ്ച് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടേക്ക് വന്നോളും. ഇനി മാനേജ് ബാക്ക് സ്റ്റോർ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യാം. ഇതിൻ്റെ ലോഗിൻ സ്ക്രീൻ വരും. അവിടെ നമ്മുടെ നേരത്തെ കൊടുത്ത ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡിയും സ്റ്റോർ പാസ്വേഡ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന പാസ്വേഡും ടൈപ്പ് ചെയ്യാം, ലോഗിൻ ചെയ്യാം. ഇപ്പം നിങ്ങളുടെ സ്റ്റോറിൻ്റെ ബാക്ക് സ്റ്റോറാണ് ഇപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, എല്ലാ നിങ്ങളുടെ സൈറ്റിൻ്റെ ഫുൾ സെറ്റിങ്സും ഇവിടെ ചെയ്യുന്നത്. പ്രോഡക്റ്റ് ആഡ് ചെയ്യാൻ, കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്യാൻ, നിങ്ങൾക്ക് എന്തൊക്കെ ഓർഡർ കിട്ടിയിട്ടുണ്ട്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഉള്ളത് ഈ ഒരു ബാക്ക് സ്റ്റോറിലായിരിക്കും. ഇവിടെ കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാ ഇതിൻ്റെ റിപ്പോർട്ടുകളെല്ലാം ഇവിടെ വെച്ചിട്ടാണ് നിങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ പാനലുള്ളത്. അപ്പോൾ ഫ്രണ്ട് ഓഫീസ് ജസ്റ്റ് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ സ്റ്റോർ എങ്ങനെയാണെന്ന് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക.